ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. ധീര ദേശാഭിമാനി ഷഹീദ് ഉദ്ധം സിംഗിന്റെ 87ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു. संसद भवन और संसद परिसर की पवित्रता बनी रहनी चाहिए, मर्यादा बनी रहनी चाहिए, लेकिन आपको जनता ने चुनकर भेजा है संसद में चर्चा संवाद के लिए. आप सदन की पवित्रता को समाप्त कर रहे हैं, उसकी गरिमा को समाप्त कर रहे हैं. मैं आपसे पुनः आग्रह करता हूं कि आप अपनी अपनी सीट पर विराजें. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. പഞ്ചായത്തി രാജ് ഗ്രാമവികസന പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വന്നു. വ്യാജവാർത്തകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ രാജ്യസഭയിൽ പ്രസ്താവന നടത്തി. പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ സഭ പിരിയുന്നതായി അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അറിയിക്കുകയായിരുന്നു. ലോക്സഭയും രാജ്യസഭയും തിങ്കളാഴ്ചയാണ് ഇനി ചേരുക. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കിയത് പൊതുപരീക്ഷാ സംവിധാനത്തിന്റെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന നീക്കമാണെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. സമയബന്ധിതമായ അന്വേഷണങ്ങൾ, അതിവേഗ കോടതികൾ, വേഗത്തിലുള്ള അപ്പീൽ സംവിധാനം എന്നിവ ബില്ലിലൂടെ ഉറപ്പാക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ കർശന നടപടി ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്നലെയാണ് പാർലമെന്റ് പാസാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലും തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. 5640 കോടി രൂപ ചെലവിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വിമാനത്താവളത്തിന് പ്രതിവർഷം 60 ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകാനാകും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിന് പുറമെ 1880 കോടിയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന അദ്ദേഹം മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ 1892 മൈസൂർ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥമാണ് സാംസ്കാരിക കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവഭോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ രാജ്യമെമ്പാടുമുള്ള യുവതാ ക്യാമ്പയിന്റെ ഭാഗമാവും. രാജ്യത്തെ 10,000 കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ 1 കോടിയിലേറെ യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. മൈ ഭാരത് NSS അംഗങ്ങളും സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളും വിവിധ സംഘടനകളും ക്യാമ്പയിനിൽ പങ്കുചേരും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. ദേശീയ കൈയെഴുത്തു പ്രതി ഡിജിറ്റൈസേഷൻ യജ്ഞം സർക്കാർ പദ്ധതി എന്നതിലുപരി ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം വരും തലമുറകൾക്കായി സംരക്ഷിക്കാനുള്ള ദേശീയ ദൌത്യമാണെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ കൈയെഴുത്തു പ്രതി ഡിജിറ്റൈസേഷൻ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജ്ഞാൻ ഭാരതം മിഷന് കീഴിൽ 1 കോടിയിലധികം കൈയെഴുത്തു പ്രതികൾ കണ്ടെത്തുകയും പരിശോധിക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. വിപ്ലവകാരിയായ സ്വാതന്ത്ര്യസമര സേനാനി ഷഹീദ് ഉദ്ധം സിംഗിന്റെ 87ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കുള്ള മറുപടിയായി ബ്രിട്ടീഷ്
പഞ്ചാബിലെ മുൻ ലഫ്റ്റനന്റ് ഗവർണർ മൈക്കിൾ ഒ ഡയറിനെ വെടിവച്ചു കൊന്ന കുറ്റത്തിനാണ് ഉധം സിംഗിനെ 1940 ജൂലൈ 31 ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത്. അസാധാരണ ധീരതയും ത്യാഗവും നിറഞ്ഞ ഉധം സിംഗിന്റെ ജീവിതം രാജ്യത്തിന്റെ അഭിമാനവും പരമാധികാരവും സംരക്ഷിക്കാൻ പ്രചോദനമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പുഞ്ചിരിയോടെ തൂക്കുമരം വരിച്ച ധീര രക്തസാക്ഷി ഉധം സിംഗിന്റെ ജീവിതം ദൃഢനിശ്ചയത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സമാനതകളില്ലാത്ത ഉദാഹരണമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇന്ത്യയെ സ്വതന്ത്രമാക്കാനുള്ള ശ്രമങ്ങളിൽ ഉധം സിംഗ് കാണിച്ച ധൈര്യം ഇന്ത്യൻ ചരിത്രത്തിലെ മഹത്തായ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. 2003 മുത്തങ്ങ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൽ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് M ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിലെ 100 കണക്കിന് ഗ്രാമങ്ങളും കൃഷിഭൂമികളും വെള്ളത്തിനടിയിലാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഗുജറാത്തിലും മൺസൂൺ ദുരിതം വിതയ്ക്കുകയാണ്. അഹമ്മദാബാദ്, ആനന്ദ്, സൂറത്ത്, നൌസാരി, വൽസാദ് ഉൾപ്പെടെ 13 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അഹമ്മദാബാദ്, നൌസാരി തുടങ്ങിയ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. നാളെ മുതൽ ഈ മാസം 7 വരെ നടക്കുന്ന ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം ഡിസംബർ 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗത്തിൽ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ലവ്പ്രീത് സിംഗ് ഇന്നലെ വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാലിരാംന വെങ്കല മെഡൽ സ്വന്തമാക്കി. ഇരുവരുടെയും മെഡൽ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനം പകരുകയും എണ്ണമറ്റ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്യുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10ാം സ്ഥാനത്താണ് ഇന്ത്യ. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ജൂഡോയിലും സൈക്ലിംഗിലും ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. 5 തവണ ഫിഫ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി കൊൽക്കത്തയിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. ഒക്ടോബർ 3 കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ദേശീയ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ചരിത്രത്തിലെ ആദ്യ മത്സരമായിരിക്കും ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. ധീരദേശാഭിമാനി ഷഹീദ് ഉധം സിംഗിന്റെ 87ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.